ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംപ്ലി ക്യൂൻ അലീന. അപ്പോൾ ഇന്ന് പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. നല്ല ഷോപ്പിംഗ് തൊട്ടേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എടുത്തത് കോൺഫ്ലേക്സ് ആണ്. അതിനുശേഷം നമ്മുടെ കിട്ടൂനായിട്ട് കാറ്റ് ഫുഡ് വാങ്ങണമായിരുന്നു, അങ്ങനെ അതും കൂടി എടുത്തു. അതിനുശേഷം മിക്സ്ഡ് ആയിട്ട് കിട്ടുന്ന നട്ട്സാണ് വാങ്ങിച്ചത്, അത് ഒരു പാക്കറ്റ് എടുത്തു. പിന്നെ പീനട്ട് ഒരു പാക്കറ്റ് എടുത്തു. വാനില, സ്ട്രോബെറി, അൽഫോൺസ മാംഗോ ഡിലൈറ്റ്, ചോക്ലേറ്റ് ബ്രൗണി, ഈ 4 ഫ്ലേവറാണ് നമ്മൾ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഐസ്ക്രീമിൽ നിന്ന് എടുത്തത്. പിന്നെ 3 കളേഴ്സുള്ള ഫ്രൂട്ടി കൂട്ടി മിക്സ്ഡ് ആയിട്ട് വാങ്ങിച്ചു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പുട്ട് ഐസ്ക്രീമിന് വേണ്ടി പർച്ചേസ് ചെയ്തത്. രാത്രിയായിട്ടോ, നമ്മൾ രാത്രി ഒരു 8:13 ആയപ്പോഴാണ് പോയത് പർച്ചേസ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ പുട്ടുക്കുറ്റീനെയും നമ്മൾ വാങ്ങിച്ച 4 ഫ്ലേവറുള്ള ഐസ്ക്രീംസിനെയും ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടുക്കുറ്റി നമ്മൾ തണുക്കാൻ വയ്ക്കണം. അങ്ങനെ 2 പുട്ട് ഐസ്ക്രീമാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്. അതുപോലെ തന്നെ 2 പുട്ടുക്കുറ്റീനെയും അതുകൊണ്ടാണ് നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്നത്. അങ്ങനെ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള സമയമായപ്പോഴത്തേക്കും എല്ലാവരെയും പുറത്തേക്ക് എടുത്തു. അപ്പോൾ വീട്ടിൽ മുമ്പ് വാങ്ങിച്ച ചോക്കോ ചിപ്സ് ഉള്ളതുകൊണ്ട് വേറെ ചോക്കോ ചിപ്സ് നമ്മൾ പർച്ചേസ് ചെയ്തില്ല. അതിനുശേഷം നമ്മൾ ബദാം, പീനട്ട്, പിസ്ത ഇത് 3 കൂടി ഇട്ടിട്ട് ഇടികല്ലിൽ നന്നായിട്ട് ഇടിച്ച് നല്ല ക്രഷാക്കി എടുത്തു. അതിലോട്ട് ഫ്രൂട്ടി കൂട്ടിയും ഡ്രൈ ഗ്രേപ്സും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒരു മിക്സ്ചർ തയ്യാറാക്കി. പിന്നെ ഓരോ ഫ്ലേവർ ഐസ്ക്രീംസും തുറന്നു നോക്കുകയായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. അതിനുശേഷം പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കുക എന്ന മെയിൻ പ്രോസസ്സിലോട്ട് ഞാനും അമ്മയും പപ്പയും കൂടി ഒരുമിച്ച് കാൽ വെച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ പുട്ടുക്കുറ്റിയിലോട്ട് നമ്മുടെ ചോക്കോ ചിപ്സ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സ് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തിട്ട് സ്ട്രോബെറി ഫ്ലേവർ ഐസ്ക്രീമാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഒരു ഇടികല്ല് പോലത്തെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് നന്നായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ലെവലിൽ വരും. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ, ഒരു സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും. അതിനുശേഷം വീണ്ടും നമ്മൾ അടുത്ത ഒരു ലെവലായിട്ട് വാനില ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. വാനില ഐസ്ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ഒരു ഇടിക്കല്ല് പോലത്തെ അതുപോലെ വെച്ചൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഓരോ ഐസ്ക്രീമും അങ്ങനെ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് നമ്മൾ ഫൈനലായിട്ട് എത്തുമല്ലോ, ആ സമയത്ത് വീണ്ടും ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ലാസ്റ്റ് ഫൈനൽ നമ്മുടെ പുട്ട് ഐസ്ക്രീമിൻ്റെ ഫില്ലിങ്സ് ഒക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നു. അപ്പോൾ പുട്ടുക്കുറ്റിയുടെ ഫ്രണ്ടിലൊക്കെ അങ്ങനെ ഐസ്ക്രീം ഒലിച്ചിറങ്ങി, അതൊക്കെ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത്. അപ്പോൾ നമ്മുടെ പുട്ട് ഐസ്ക്രീം രാത്രി ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് വെളിയിലെടുത്തത്. അപ്പോൾ വെളിയിൽ കുറച്ച് തണുപ്പൊക്കെ മാറി ആ ഒരു പുട്ടുക്കുറ്റിയിൽ നിന്ന് വിട്ട് വരാനായിട്ട് കുറച്ച് നേരം വെളിയിലെടുത്ത് വെച്ചിരുന്നു. ആ സമയം നമ്മുടെ ഡ്രൈ ഗ്രേപ്സ് കുറച്ച് കട്ടിയല്ലേ, സോ അതിനെ സോക്ക് ചെയ്യാനായിട്ട് വെള്ളത്തിൽ വെച്ചു. അതിനുശേഷം പീനട്ട്, ബദാം, കാഷ്യൂനട്ട് ഇത് 3 കൂടി ഇടികല്ലിൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ ആവശ്യത്തിന് ഫ്രൂട്ടി കൂട്ടി എടുത്തു. പിന്നെ അതിനുശേഷം ഇതെല്ലാം കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തു. അതിനുശേഷം ഫുഡ് ഐസ്ക്രീം സെർവ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്ലേറ്റിലോട്ട് കോൺഫ്ലേക്സും നമ്മൾ നേരത്തെ ഇടിച്ചൊക്കെ വെച്ചില്ലേ നട്ട്സും അതുപോലെ തന്നെ ഫ്രൂട്ടി കുട്ടിയും അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രൈ ഗ്രേപ്സ് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നത് അത്യാവശ്യം സോക്കായിട്ട് കിട്ടും. അതിനെയും കൂടി നമ്മുടെ ആ ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫൈനൽ റിസൾട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പുട്ട് ഐസ്ക്രീം തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് നന്നായിട്ട് വരുമോ ഇല്ലയോ എന്നൊക്കെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 2 പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കി, 2ഉം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച നട്ട്സും ഫ്രൂട്ടി കൂട്ടിയൊക്കെ അതിൻ്റെ പുറത്തും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എങ്കിലേ നല്ലൊരു ഡെക്കറേഷൻ ആവുള്ളൂ. അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റും കാണാനൊക്കെ ഒരു ഭംഗിയും ഉണ്ടാകും. അപ്പോൾ പുട്ട് ഐസ്ക്രീം ഫസ്റ്റ് ഞാനാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഞാൻ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവറിൽ നിന്നാണ് എടുത്തത്, കാരണം എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിനുശേഷം ഞാനും അമ്മയും പപ്പയും കൂടി വളഞ്ഞിരുന്ന് കഴിക്കുകയാണ്. ഹോട്ടലിൽ പോയിരുന്ന് ഇങ്ങനെ കഴിക്കുന്നതിനേക്കാളും രുചിയാണ് നമ്മൾ വീട്ടിലിരുന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴത്തേക്കുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.